ഹലോ മക്കളെ, അപ്പൊ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് മീഡിയ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലെ പഠിച്ചുകൊണ്ടിരുന്നത്. ആ ചാപ്റ്ററിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തെത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ? നമ്മൾ മീഡിയാസിനെ പറ്റി പഠിച്ചു, മാസ് മീഡിയ എന്താന്ന് പറഞ്ഞു, മീഡിയാസ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു, മീഡിയാസിൽ എന്തൊക്കെ ടെക്നോളജീസ് ഇൻവോൾവ് ആണെന്ന് പറഞ്ഞു, അതിന് എങ്ങനെയാണ് അതിന്റെ ഫണ്ടിങ് കിട്ടുന്നത്, മീഡിയാസിന്റെ റിപ്പോർട്ടിങ് എപ്പോഴും ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. എന്താണ് ബാലൻസ്ഡ് മോഡ് ഓഫ് റിപ്പോർട്ടിംഗ് എന്ന് നമ്മൾ പഠിച്ചു. ബാലൻസ്ഡ് ആവാതിരിക്കാനുള്ള റീസൺസ്, മെയിൻ ആയിട്ടുള്ള 2 റീസൺസ് അല്ലെ, സെൻസർഷിപ്പും കൺട്രോൾ ഓഫ് ബിസിനസ് പവേഴ്സ് അല്ലെ, ബിസിനസ് പവേഴ്സിന്റെ കൺട്രോളും അതുപോലെ തന്നെ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന സെൻസർഷിപ്പും കാരണം മീഡിയാസ് മിക്കപ്പോഴും എന്തായിട്ട് വർത്തിക്കാറില്ല, ബാലൻസ്ഡ് ആയിട്ട് പെർഫോം ചെയ്യാറില്ല എന്ന് നമ്മൾ പഠിച്ചു. ആൻഡ് മീഡിയാസിലെ അഡ്വർടൈസ്മെന്റ്സിന്റെ ഇമ്പോർട്ടൻറ്റ് നമ്മൾ നോക്കി അല്ലെ, ഇതിന് വേണ്ട ഫണ്ടിങ് അല്ലെ, പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് പലതരത്തിലുള്ള അഡ്വർടൈസ്മെന്റ് ആണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഡസ് ടി വി ഡു ടു അസ് ആൻഡ് വാട്ട് ക്യാൻ വി ഡു വിത്ത് ടി വി. ടി വി നമുക്ക് എന്താണ് തരുന്നത് അല്ലെ, ടെലിവിഷൻ നമുക്ക് എന്ത് തരുന്നു, നമ്മൾ ടെലിവിഷൻ വെച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്. സോ ഇൻ മെനി ഓഫ് അവർ ഹോംസ് ടി വി ഈസ് ഓൺ എ ലോട്ട് ഓഫ് ദ ടൈം അല്ലെ. ടി വി പലപ്പോഴും അല്ലെ ചുമ്മാ തുറന്നിടുന്നുണ്ടാവും അല്ലെ, ചിലപ്പോൾ അമ്മയൊക്കെ കിച്ചണിലാണെങ്കിലായിരിക്കും ചിലപ്പം വെറുതെ ടി വി തുറന്നിട്ടുണ്ടാവും അല്ലെ. ഈസ് ഈവൺ ഓഡിബിൾ അല്ലെ, അതിന്റെ ഓഡിയോ കേട്ടിട്ട് പോലും നമുക്ക് പല കാര്യങ്ങളും അങ്ങനെയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ എപ്പോഴും ഓൺ ആക്കി ഇടാറുണ്ട്. Many ways a lot of our impression about the world around us are formed by what we see on TV. It is like a window on the world അല്ലെ, ലോകത്തിലേക്കുള്ള ഒരു വിൻഡോ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ടി വിയെ കാണാം അല്ലെ. പുതിയ ഫാഷൻസ്, പുതിയ ടെക്നോളജീസ്, പുതിയ ബ്രാൻഡുകൾ, പുതിയ എന്താ പറയുക, പുതിയ പുതിയ പ്രോഡക്ട്സ് അല്ലെ, പലതരത്തിലുള്ള ഇപ്പൊ ഈവൺ കോസ്മെറ്റിക്സ് ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ പുതിയ ഡ്രസ്സ്, പുതിയ ഡിസൈൻസ് അല്ലെ, പുതിയ പുതിയ ഫിലിം ആർട്ടിസ്റ്റുകൾ പുതിയ മോഡൽ ഡ്രസ്സസ് ഇറക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയുടെ കല്യാണമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർ പുതിയ ഫാഷൻ ഇറക്കും. ആ ഫാഷൻ നമ്മൾ അവരുടെ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ, അവരുടെ സാരി, അവർ എടുത്തിട്ടുള്ള അവർ ചെയ്തിട്ടുള്ള ബ്ലൗസ്, അതിന്റെ ഡിസൈന്, അവരുടെ ബ്രൈഡൽ മേക്ക് ഓവർ അല്ലെ, അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ നമ്മുടെ പുറത്തുള്ള ലോകത്തിന്റെ ഒരു വിൻഡോ ആയിട്ടല്ലേ, നമ്മൾ ഈ കാണുന്ന ചുറ്റുപാടല്ലാതെ അതിന്റെ പുറത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ അല്ലെ നോയിങ്ലി ഓർ അൺനോയിങ്ലി നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കും ചിലതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ചില കളർ കോമ്പിനേഷൻസ്, ആഹാ ഇത് കൊള്ളാലോ, നല്ല കോമ്പിനേഷൻ ആണല്ലോ അല്ലെ, പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞുകൊണ്ടും കുറെ സാധനങ്ങൾ എടുക്കുന്നുണ്ട്, നമ്മൾ അറിയാതെ നമ്മൾ ഒത്തിരി ഇൻഫ്ലുവൻസ് ആയി പോകുന്നുണ്ട്. പുതിയ ഡിസൈൻസ് അല്ലെ, ജ്വല്ലറീസ്, പുതിയ ഓർണമെന്റ്സ്, പുതിയ ഡിസൈൻസ് അല്ലെ, ഓണമൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വിഷു ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സോ ഹൗ ഡു യു തിങ്ക് ഇറ്റ് ഇൻഫ്ലുവൻസസ് us? ഈ ഒരു കാര്യത്തിന് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടോ? TV has different types of programs, reality TV shows like Big Boss, news, sports and cartoons. പല കാര്യങ്ങൾ അല്ലെ, റിയാലിറ്റി ഷോസ്, നേരത്തെ ഐഡിയ സ്റ്റാർ സിംഗർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ സ്റ്റാർ സിംഗർ ഉണ്ട്, ബിഗ് ബോസ് ഉണ്ട്, സ്പോർട്സ്, കാർട്ടൂൺ, സിനിമ അല്ലെ, പല കാര്യങ്ങളാണ് നമ്മളിലേക്ക് ഈ TV വഴി എത്തുന്നത്. ആൻഡ് ബിഫോർ, in between and after each program are advertisements. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് നമ്മൾ കണ്ടു അല്ലെ. ഒരു പ്രോഗ്രാം 8:30 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അപ്പൊ 8:25 മുതലേ പരസ്യം തുടങ്ങും അല്ലെ, 8:20 മുതലേ പരസ്യം തുടങ്ങും. ആ പരസ്യം കഴിഞ്ഞ് കറക്റ്റ് 8:30 ആകുമ്പോൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യും. പരിപാടി സ്റ്റാർട്ട് ചെയ്ത് ഒരു 5-7 മിനിറ്റ് കഴിയുമ്പോൾ പരസ്യം വരും. പരസ്യം അഡ്വർടൈസ്മെന്റ് കണ്ട് ഒരു 4-5 മിനിറ്റ് പരസ്യം കഴിഞ്ഞിട്ട് പിന്നെയും തുടങ്ങും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും കുറച്ച് കണ്ടന്റ് ഇട്ടിട്ട് വീണ്ടും പരസ്യം, വീണ്ടും അങ്ങനെയല്ലേ പോകുന്നത്. അപ്പം തുടങ്ങുന്നതിന് മുമ്പ് പരസ്യമുണ്ട്, തുടങ്ങി കഴിഞ്ഞാൽ പരസ്യമുണ്ട്, എന്നിട്ട് അതിന് കഴിഞ്ഞു കഴിഞ്ഞാലും എന്തുണ്ട്, പരസ്യമുണ്ട്. സോ പരസ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലെ, ഇവർക്ക് ഈ ഇത്രയും കാര്യത്തിന് വേണ്ട ഫണ്ടെല്ലാം കൊടുക്കുന്ന ആരാണ്? പരസ്യ കമ്പനിക്കാരാണ്. ആൻഡ് സിൻസ് TV time costs so much money, only those programs that can attract the maximum number of viewers are shown. ഇനി ഈ ഒരു TV ഷോ ഉണ്ട്, ആരും കാണാത്ത ഒരു TV ഷോ, ആ TV ഷോയിലേക്ക് ആരെങ്കിലും പരസ്യം ചെയ്യാൻ നിൽക്കുമോ? ഇല്ല അല്ലെ. കാരണം ആൾക്കാർ അവർക്ക് ഈ പ്രോഡക്റ്റ് എങ്ങനെയെങ്കിലും ആൾക്കാരെ കാണിക്കണം, അതിനു വേണ്ടിയിട്ടാണ് അവർ പരസ്യം കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഒരു ഷോ, ആ ഷോയിന്റെ ഇടയിൽ വേണം ഇവർക്ക് പരസ്യം കയറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഷോയിൽ മാത്രമേ ആൾക്കാർ കൂടുതൽ അഡ്വർടൈസ്മെന്റിന്റെ ആൾക്കാർ പരസ്യം കൊടുക്കുള്ളൂ. അല്ലാതെ ആരും കാണാത്ത ഒരു പൊട്ട പരിപാടിയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും അതിന് പൈസ കൊടുത്തിട്ട് അഡ്വർടൈസ്മെന്റ് കൊടുക്കും. കാരണം ഇത് ആരും കാണുന്നില്ലല്ലോ. അപ്പൊ കാണുന്ന പരസ്യം നോക്കി, കാണുന്ന ഷോസിൽ നോക്കിയിട്ടാണ് അല്ലെ മോസ്റ്റ് നമ്പർ ഓഫ് വ്യൂവേഴ്സ് എന്താണോ കാണുന്നത് അതിലേക്കാണ് ഈ അഡ്വർടൈസ്മെന്റ് വരുന്നത്.
Can you think of what such programs might be? Think of what are the kinds of things that TV shows and what it does not. Does it show us more about the lives of rich or the poor? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ടി വിയിൽ എപ്പോഴും നല്ല പൈസ ഉള്ള ആൾക്കാരുടെ കഥ, അല്ലെ റിച്ച് ടീമിന്റെ കഥയാണോ അതോ പൈസ ഒന്നും ഇല്ലാത്ത ആൾക്കാരുടെ കഥയാണോ കാണാൻ പറ്റുക? ഇവിടെ ഒരു ടി വി സീരിയൽ എടുത്ത് നോക്ക്, ചിലപ്പോൾ വീട്ടിൽ നിന്നുള്ള ഡ്രസ്സിങ് ആയിരിക്കും അല്ലെ, നമ്മൾ ഭയങ്കര ലക്ഷൂറിയസ് ആയിരിക്കും അല്ലെ, എപ്പോഴും പൈസ അല്ലെ, ഒരു റിച്ച്നെസ്സിനെയാണ് അവിടെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അല്ലെ, ഒരു റിച്ച്നെസ്സിനാണ് അല്ലെ. ടി വി സീരിയൽസ് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ നിൽക്കുന്ന സ്ത്രീകൾ, ലേഡി കഥാപാത്ര ആയിക്കോട്ടെ, കൂടുതലായിട്ടും ഈവൻ ജെൻസിന്റെ ക്യാരക്ടർ ആയിക്കോട്ടെ, എന്താണ് എപ്പോഴും ഭയങ്കര ഫുൾ സെറ്റപ്പ് ആയിട്ട് പുതിയ മേക്ക് ഓവർ, പുതിയ ഓർണമെന്റ്സ് അല്ലെ, ഒത്തിരി ഓർണമെന്റ്സിന്റെ ഒക്കെ പരസ്യം ഉണ്ട് അല്ലെ, നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചാൽ മതി അല്ലെ. ഈ ഒരു ക്യാരക്ടറിന്റെ ജ്വല്ലറി സ്പോൺസേർഡ് ബൈ, ഈ ഒരു ക്യാരക്ടറിന്റെ ഡ്രസ്സ് സ്പോൺസേർഡ് ബൈ അല്ലെ. ഇപ്പം ഏതെങ്കിലും ഒരു എന്താ പറയുക റിയാലിറ്റി ഷോ ഒക്കെ ആണെങ്കിൽ അത് ആങ്കറിങ് ചെയ്യുന്ന ആൾക്കാർ, അവരുടെ ജഡ്ജസ് ഒക്കെ ഉണ്ട് അല്ലെ, ഇവരുടെയൊക്കെ കോസ്റ്റ്യൂം സ്പോൺസർ ചെയ്യുന്ന ചില കമ്പനീസ്, ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഇവര് അല്ലെ കോസ്റ്റ്യൂം സ്പോൺസേർഡ് ബൈ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അവിടെ ഒരു ബ്രാൻഡിന്റെ അഡ്വർടൈസ്മെന്റ് ആണ് ശരിക്കും നടക്കുന്നത്. സോ അവിടെ എപ്പോഴും എന്താണ് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ അല്ലെ. ഇപ്പൊ നമ്മൾ കല്യാണത്തിനൊക്കെ പോകാൻ ഒരുങ്ങുന്ന പോലെ ആയിരിക്കും അവർ ചിലപ്പോൾ വീട്ടിലിരിക്കുന്ന വസ്ത്രം, അവർ ഒരു റിച്ച്നെസ്സിനെയാണ് എപ്പോഴും മിക്കവാറും ഫോക്കസ് ചെയ്യുന്ന ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. We need to think about what TV does to us, how it shapes our views of the world, our beliefs, attitudes and values. We need to realize that it gives us a partial view of the world. എപ്പോഴും മക്കൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടി വിയിൽ കാണുന്നതെല്ലാം റിയൽ അല്ല, ജസ്റ്റ് ഒരു പാർഷ്യൽ വിഷൻ മാത്രമേ തരുന്നുള്ളൂ. ബിയോണ്ട് ക്യാമറ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. നമ്മൾ ഈ ക്യാമറയിൽ നിൽക്കുന്ന സമയത്ത് മാത്രം ഉള്ളതല്ല, അവരുടെ ലൈഫ് വേറെയാണ്, അവര് വേറെയാണ് അല്ലെ. അപ്പൊ നമ്മൾ ടി വിയിൽ കാണുന്ന എല്ലാം ശരിയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കാൻ പാടില്ല. ആൻഡ് വൈൽ ഈവൺ യൂട്യൂബേഴ്സിന്റെ കേസസ്, യൂട്യൂബിൽ പല വീഡിയോസ് നിങ്ങൾ കാണുന്നു, പല വ്ളോഗും കാര്യങ്ങളൊക്കെ കാണുന്ന ഒത്തിരി യൂട്യൂബേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്രഷൻ അല്ലെ ഭയങ്കര പോസിറ്റീവ് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഒക്കെ ആയിട്ട് ഉള്ള ആൾക്കാരായിരിക്കും. കുറച്ച് കഴിയുന്ന സമയത്ത് ഒത്തിരി കേസസ് കണ്ടിട്ടുണ്ട്, സൂയിസൈഡ് ചെയ്ത ആൾക്കാർ അല്ലെ, ഒത്തിരി എന്താ ബർഡൻ കാരണം സൂയിസൈഡ് ചെയ്ത ആൾക്കാർ. അപ്പം അവർ ക്യാമറയുടെ മുമ്പിൽ നമ്മൾ എന്താണോ കാണുന്നത് അത് കംപ്ലീറ്റ് ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. While we enjoy our favorite programs, we should always be aware of the large, exciting world beyond our TV screens. There is so much happening out there that TV ignores. അല്ലെ, ടിവിയിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമല്ല, ടി വിയിൽ കാണിക്കാത്ത പല കാര്യങ്ങളും ലോകത്ത് നടക്കുന്നുണ്ട്. അല്ലെ, ടി വി എപ്പോഴും എന്താ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ചാനൽ എന്തിനാ ഫോക്കസ് ചെയ്യുക, കൂടുതൽ ആൾക്കാർ കാണാൻ സാധ്യതയുള്ള കണ്ടന്റ് ആണോ അല്ലയോ? കൂടുതൽ ആൾക്കാർ കാണുന്ന കണ്ടന്റ് ആണെങ്കിൽ മാത്രമേ അവർക്ക് കൂടുതലായിട്ട് അഡ്വർടൈസ്മെന്റ് കിട്ടുള്ളൂ, എങ്കിൽ മാത്രമേ അവർക്ക് കൂടുതലായിട്ട് പൈസ കിട്ടുള്ളൂ. കൂടുതൽ ആൾക്കാർ കാണാത്ത കാര്യമാണ്, അത് എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും ആൾക്കാർ കാണില്ല എന്നുണ്ടെങ്കിൽ അവരത് പ്രൊഡ്യൂസ് ചെയ്യേയില്ല. ഓക്കെ, അവരത് വെക്കുകയില്ല. ഓക്കെ, so a world beyond film stars, celebrities and rich lifestyles, a world that all of us need to reach out to and respond to in various ways. We need to be active viewers who question whatever we see and hear while we may enjoy it too. അപ്പം എല്ലാം നമ്മൾ കാണണം, എല്ലാം നമ്മൾ എൻജോയ് ചെയ്യണം. നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ രണ്ട് ആസ്പെക്റ്റും, എല്ലാ ആസ്പെക്റ്റും നമ്മൾ എപ്പോഴും എന്താണ് അതിൽ കാണുന്നത് മാത്രം ജസ്റ്റ് ബിലീവ് ചെയ്യാൻ പാടില്ല. അതിന് ബിയോണ്ട് ആയിട്ട് പല കാര്യങ്ങളും നടക്കുന്നു എന്നുള്ള ബോധം നിങ്ങൾക്ക് എപ്പോഴും, നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് ഒന്നിനെയും വിശ്വസിക്കാനോ ഡിപ്പെൻഡ് ചെയ്യാനോ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കുന്നത് ദാറ്റ് ഈസ് സെറ്റിംഗ് അജൻഡാസ്. സെറ്റിംഗ് അജൻഡാസ്. The media also plays an important role in deciding what stories to focus on and therefore decides on what is newsworthy. For example, the annual function at your school is unlikely to make the news. അല്ലെ, നിങ്ങളുടെ സ്കൂളിൽ ഒരു ആനുവൽ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, വലിയ ന്യൂസ് പ്രാധാന്യമുണ്ടോ അതിന്? അല്ലെ, എല്ലാ സ്കൂളിലും നടക്കുന്നുണ്ട് ആനുവൽ ഫംഗ്ഷൻസ്,
നിങ്ങളുടെ സ്കൂളിലും നടക്കുന്നുണ്ട്, അത്രയല്ലേ ഉള്ളൂ. പക്ഷേ but if a famous actor is invited as the chief guest, then the media might be interested in covering it. അല്ലെ, നിങ്ങൾ ആ ഒരു സ്കൂൾ ഇവന്റിന് വേണ്ടിയിട്ട് വലിയൊരു ഹോളിവുഡ്, ബോളിവുഡ്, ഈവൻ കേരളത്തിൽ തന്നെ വലിയൊരു ആക്ടർ ലൈക്ക് മോഹൻലാൽ, മമ്മൂട്ടി അല്ലെങ്കിൽ പൃഥ്വിരാജ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു സെലിബ്രിറ്റി നിങ്ങളുടെ ഫംഗ്ഷൻ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെ, ഇന്ന് സ്കൂളിലെ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തത് ഇന്ന് പ്രശസ്ത സിനിമാ താരം ഇന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് വരും അല്ലെ. സോ അല്ലാന്നുണ്ടെങ്കിൽ അതൊരു നോർമൽ ഫംഗ്ഷൻ, ഇനി വലിയൊരു സെലിബ്രിറ്റി വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അതൊരു ന്യൂസ് പ്രാധാന്യം അല്ലെ, അത് അവർ കവർ ചെയ്യും. By focusing on particular issues, the media influences our thought, feelings and actions and brings those issues to our attention. Due to the significant influence it plays in our lives and in shaping our thoughts, it is commonly said that the media sets the agenda. അതുകൊണ്ടാണ് പറയുന്നത് മീഡിയ ആണ് അജൻഡാസ് സെറ്റ് ചെയ്യുന്നത്. Very recently, the media drew our attention to alarming levels of pesticides in cola drinks. They published reports that indicated the high levels of pesticides and thus made us aware of the need to regularly monitor these colas according to international quality and safety standard. അപ്പം അല്ലെ, ഇതും ന്യൂസ് അല്ലെ, റീസെന്റ് ആയിട്ട് കോളാസിലുള്ള പെസ്റ്റിസൈഡ്സിന്റെ കണ്ടന്റ് അല്ലെ നമുക്ക് എത്രത്തോളം ഹെൽത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം അങ്ങനത്തെ കണ്ടന്റ് റീസെന്റ് ആയിട്ട് കവർ ചെയ്തു, അത് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എല്ലാ സമയത്തും ആ ഒരു അറ്റൻഷൻ കിട്ടണം എന്നുമില്ല. And they did this despite the government's resistance by boldly declaring that colas were unsafe. അല്ലെ, ഗവൺമെന്റ് റെസിസ്റ്റൻസോ അങ്ങനെ ഒന്നും കൺസിഡർ ചെയ്യാതെ അല്ലെ, കോളാസ് അൺസേഫ് ആണ് എന്നുള്ള രീതിയിൽ തന്നെ അവരല്ലേ പബ്ലിക്കിന് ഒരു അവയർനെസ് കൊടുക്കാൻ പറ്റുന്ന സ്ട്രോങ് ആയിട്ടുള്ളൊരു കാര്യമാണ് മീഡിയാസ്. അപ്പൊ അവരത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്തപ്പം ആ ഒരു പ്രശ്നം അല്ലെ ആൾക്കാരിലേക്ക്, ആ ഒരു ആൾക്കാരുടെ ഒരു കൺസേൺ അല്ലെ, ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവര് എന്തെങ്കിലുമൊക്കെ ചെയ്യാണ് ചെയ്യുന്നത്. In covering the story, the media positively helped us focus on an issue that affect our lives and one that we might not even have been aware of it had it not been for media reporting. അല്ലെ, മനുഷ്യന്മാർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ലെ, ഒത്തിരി ആൾക്കാർ അൺഅവെയർ ആയിട്ട് ഒത്തിരി സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിനകത്തൊക്കെ ഇത്തരം പെസ്റ്റിസൈഡ്സിന്റെ കണ്ടന്റ് ഉണ്ട്, അത് നമുക്ക് ഹെൽത്തിന് ഇഞ്ചൂറിയസ് ആണ് അല്ലെങ്കിൽ ഹാംഫുൾ ആണ് എന്ന് കാണിച്ച് മീഡിയാസ് വഴി അഡ്വർടൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ കുറച്ചൊരു റെസ്ട്രിക്ഷൻ വെക്കും അല്ലെ, അത് കുറച്ചും കൂടി നമ്മളുടെ ഒരു ഫോക്കസ് അതിലേക്ക് വരും അല്ലെ. ഇത് ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ട്, ഇത് കഴിക്കാൻ പാടില്ലാത്തതാണ് എന്നൊരു ന്യൂസ് അല്ലെ, അതിന് ഒത്തിരി ഇതുണ്ടാവും അല്ലെ, ഒത്തിരി നമ്മൾ പറഞ്ഞു ബാലൻസ്ഡ് ആവണം എന്നില്ല, കാരണം ബിസിനസ് ആണ് അല്ലെ, ബിസിനസിന്റെ ഒരു കൺട്രോൾ ഉണ്ടാകും. ഈവൻ ദെൻ അവര് അത് കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്തത്, റിപ്പോർട്ട് ചെയ്തത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. And there are several instances when the media fails to focus on issues that are significant in our lives. For example, drinking water is a major problem in the country. Every year, thousands of people suffer and die because they do not get safe drinking water. However, we seldom find the media discussing this issue. ഓക്കെ, അപ്പൊ മീഡിയാസ് ഞാൻ പറഞ്ഞു എപ്പോഴും പൊതുവേ ഫോക്കസ് ചെയ്യുന്നത് കൂടുതൽ ആൾക്കാർ അല്ലെ, കൂടുതൽ വ്യൂവേഴ്സ് ഉള്ള, കൂടുതൽ ആൾക്കാർക്ക് എന്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും മീഡിയാസ് എപ്പോഴും ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലെ. വാച്ച് അവർ ഇങ്ങനെ കൂട്ടാനാ നോക്കുക അവര്. ഇപ്പം നമ്മുടെ രാജ്യം നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് കുടിവെള്ളക്ഷാമം അല്ലെ, ഡ്രിങ്കിങ് വാട്ടറിന്റെ സ്കാസിറ്റി. പക്ഷെ അത് എത്രത്തോളം അല്ലെ, നമ്മൾ ബാക്കിയുള്ള ഫാഷൻ ഡിസൈനിങ്ങിനെ പറ്റിയിട്ടും ഫാഷൻ ടെക്നോളജിനെ പറ്റിയിട്ടൊക്കെ വലിയ ഘോരമായിട്ട് ഒത്തിരി അഡ്വർടൈസ്മെന്റ് തരുന്നു. പുതിയ ലക്ഷറീസ് ബ്രാൻഡ് കാർ, ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ അഡ്വർടൈസ് ചെയ്യുന്നു. ഒരു സ്ഥലത്ത് ഒത്തിരി ആൾക്കാർ വെള്ളം കിട്ടാതെ അല്ലെ കിലോമീറ്ററുകളോളം താണ്ടി നടന്ന് അല്ലെ വരൾച്ചയുടെ അങ്ങേ എക്സ്ട്രീം എത്തി നിൽക്കുമ്പോഴും അതിന് വേണ്ട ഒരു അറ്റൻഷൻ കൊടുത്ത് അതിനുള്ള ഒരു സ്റ്റെപ്സ് അല്ലെ ഗവൺമെന്റിന്റെ സൈഡിലായിട്ടും അതിന് വേണ്ടിയിട്ട് കൂടുതൽ മാധ്യമ പ്രാധാന്യം കൊടുത്ത് അതിന് കൂടുതൽ ആൾക്കാർക്ക് വെള്ളം കിട്ടുന്ന രീതിയിൽ അത്തരം ഒരു കവറേജ്, അങ്ങനെ ഒരു കവറേജ് കൊടുക്കുന്നത് റെയർ ആണ്. സോ അതാണ് അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത് വളരെ കുറവാണ്. A well-known Indian journalist wrote of how the fashion week in which cloth designers show their new creations to rich people form the front page headlines of all the newspapers, while several slums were being demolished
in Mumbai the very same week, and this was not even noticed. അല്ലെ എന്താണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? ഫാഷൻ വീക്ക്ലിയിലൊക്കെ ആണെങ്കിൽ ഫാഷന്റെ പുതിയ ടെക്നോളജി വളരുന്നു, ഫാഷൻ അഡ്വാൻസ് ആവുന്നു എന്ന് പറയുമ്പം അത് ഭയങ്കര ഇമ്പോർട്ടൻസിൽ ഫസ്റ്റ് പേജിൽ കവർ പേജിൽ വലിയൊരു സെറ്റപ്പിൽ ഈ ഒരു പുതിയൊരു ഫാഷൻ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ സെറ്റപ്പിൽ നല്ല കളർഫുൾ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു സൈഡിൽ സ്ലംസിൽ ഒത്തിരി ആൾക്കാർ ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അല്ലെ? ഹെൽത്തിന്റെ ആയിക്കോട്ടെ, വെള്ളം കിട്ടാത്ത ആയിക്കോട്ടെ, ഒത്തിരി പ്രശ്നങ്ങൾ അല്ലെ? തെരുവോരങ്ങളിൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് വിഷയങ്ങൾ അല്ലെ? വൃത്തിയിലുള്ള സാനിറ്റേഷൻ ഫെസിലിറ്റി, ബാത്റൂം ഒന്നും ഇല്ലാത്ത ആൾക്കാർ. അപ്പൊ അവരെ പറ്റി കവർ ചെയ്യുന്ന ഒരു ന്യൂസ് വളരെ റയർ ആയിട്ടേ കൊടുക്കാറുള്ളൂ അല്ലെ? അത് കൊടുക്കുന്ന പോലുമില്ല. പുതിയ ടെക്നോളജി എങ്ങനെ അഡ്വാൻസ് ചെയ്യുന്നു, ഫാഷൻ അഡ്വാൻസ് ചെയ്യുന്നു, അതിനനുസരിച്ച് ആൾക്കാർ കൂടുതൽ അട്രാക്ട് ആകുന്ന കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, മീഡിയ പ്രാധാന്യമായിട്ട് വരുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ ജസ്റ്റ് അവർ ഇഗ്നോർ ചെയ്യുന്നതായിട്ടാണ് കാണാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ലോക്കൽ മീഡിയനെ പറ്റിയിട്ടാണ്. ലോക്കൽ മീഡിയ, recognizing that the media will not be interested in covering small issues that involve ordinary people and their daily lives, several local groups have come forward to start their own media. Several people use community radio to tell farmers about the prices of different crops and advise them on the use of seeds and fertilizers. എന്താണ് നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മുടെ ലോക്കൽ ഇഷ്യൂസ് അല്ലെ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന അല്ലെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യപ്പെടാതെ പോകാറുണ്ട് അല്ലെ? നമ്മുടെ ഓരോ ആൾക്കാരുടെയും ലൊക്കാലിറ്റിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യപ്പെടാതെ പോകാറുണ്ട്. സോ അതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ലോക്കൽ മീഡിയാസ് വരുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങൾ എന്താ റേഡിയോ വഴി എന്ത് ചെയ്യുന്നുണ്ട്, ഫാമേഴ്സിന് അല്ലെ ഇന്നത്തെ വിലകൾ അല്ലെ, ഓരോ ക്രോപ്പിന്റെ തേങ്ങയുടെ വില അല്ലെങ്കിൽ അടക്കയുടെ വില അല്ലെങ്കിൽ അങ്ങനത്തെ ക്രോപ്സിന്റെ വില, കപ്പയുടെ വില, പഴത്തിന്റെ വില, പച്ചക്കായയുടെ വില, അങ്ങനത്തെ കാര്യങ്ങൾ, അവർക്ക് സീഡ്സ് കിട്ടുന്ന വഴികൾ വിലക്കുറവിൽ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് എവിടെ കിട്ടും, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ട വിധം, ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് ഒക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോക്കൽ മീഡിയാസ് യൂസ് ചെയ്യാറുണ്ട്. And others make documentary films with cheap and easily available video cameras on real life condition faced by different poor communities, and at times have even given poor these video cameras to make films of their own lives. അല്ലെ ചില ആൾക്കാരല്ല ഇവരുടെ പ്രശ്നം അല്ലെ, ലോക്കൽ ആയിട്ടുള്ള ആൾക്കാർ ലൊക്കാലിറ്റിയിൽ അല്ലെ, പാർട്ടിക്കുലർ ആയിട്ട് ഗ്രാമപ്രദേശമൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ചില ആൾക്കാർ ഇതിനൊരു മീഡിയ അറ്റൻഷൻ കിട്ടണം എന്ന് വിചാരിച്ച് ലോക്കൽ മീഡിയാസ് അല്ലെ എന്ത് ചെയ്യാറുണ്ട്, അവര് ചെറിയ കുറഞ്ഞ പൈസേന്റെ ക്യാമറാസ് ഒക്കെ വാങ്ങിച്ചിട്ട് ഈ ഇൻസിഡൻസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് അവരത് എയറിലിടാറുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് ക്യാമറാസ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ ഇതിനനുസരിച്ചൊന്ന് ഷൂട്ട് ചെയ്തിട്ട് അത്തരം കാര്യങ്ങൾ അവർ പുറം ലോകത്തേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്ന ലോക്കൽ മീഡിയാസും ഉണ്ട്. സോ അതും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്യുമെന്ററി ഒക്കെ കണ്ടില്ലേ നിങ്ങൾ, ചില സിനിമ അല്ലെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഒത്തിരി ഇറങ്ങാറുണ്ട് അല്ലെ, സാധാരണക്കാരുടെ ജീവിതം കാണിക്കുന്ന ഷോർട്ട് ഫിലിംസ് ഒത്തിരി അല്ലെ, ഒത്തിരി അവാർഡിനൊക്കെ കൺസിഡർ ചെയ്യുന്ന തരത്തിലുള്ള ഭയങ്കര സാമൂഹിക പ്രാധാന്യമുള്ള ഷോർട്ട് ഫിലിംസ് ഒത്തിരി ഉണ്ട്. നമ്മൾ ജസ്റ്റ് യൂട്യൂബിൽ നോക്കിയാൽ തന്നെ നമുക്ക് ഒത്തിരി ഷോർട്ട് ഫിലിംസ്, അത്തരം അവാർഡ് വിന്നിങ് ടൈപ്പ് ഓഫ് ഷോർട്ട് ഫിലിംസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. Another example is a newspaper called Khabar Lariya, which is a fortnightly that is run by 8 Dalit women in Chitrakoot district in Uttar Pradesh. Chitrakoot എന്ന് പറയുന്ന ഉത്തർപ്രദേശ് ഡിസ്ട്രിക്റ്റിലുള്ള 8 Dalit women ചേർന്നിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ. Written in the local language bundle, this 8-page newspaper reports on the Dalit issues and cases of violence against women and political corruption. ഈ ഒരു ന്യൂസ് അല്ലെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ന്യൂസ് എന്തിനാണ് കവർ ചെയ്യുന്നത്, കവേഴ്സ് ഓൺ റിപ്പോർട്ട്സ് ഓൺ ദളിത് ഇഷ്യൂസ് അല്ലെ, ദളിത് ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, വയലൻസ് അല്ലെ, വിമൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഡിഫറെന്റ് തരത്തിലുള്ള, ഇവൺ ദളിത് വിമൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള അല്ലെ, അവർ ദളിത് ആയതുകൊണ്ട് അവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒത്തിരി വയലൻസ് നടക്കുന്നുണ്ട്, ആൻഡ് പൊളിറ്റിക്കൽ കറപ്ഷൻ. ഇത്തരം കാര്യങ്ങളെയൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു ന്യൂസ് പേപ്പർ ആണ് അവർ ലോഞ്ച് ചെയ്തത്. ദ ന്യൂസ് പേപ്പർ റീച്ചസ് ഫാമേഴ്സ്, shopkeepers, panchayat members, school teachers and women who have recently learned to read and write. അല്ലെ അപ്പം ഒരു ലോക്കൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഫാമേഴ്സിന്, ഇപ്പൊ റീസെന്റ് ആയിട്ട് എഴുതാനും വായിക്കാനൊക്കെ പഠിച്ച സ്ത്രീകൾ,
അതുപോലെ സ്കൂൾ ടീച്ചേഴ്സ്, പഞ്ചായത്ത് മെമ്പേഴ്സ്, ഇവർക്കൊക്കെ അല്ല ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തോടെ അവര് അല്ലെ 8 വിമൻ ദളിത് വിമൻ ചേർന്നിട്ട് സ്റ്റാർട്ട് ചെയ്തു ഒരു ന്യൂസ് പേപ്പർ. അപ്പം മീഡിയാസ് വഴി ആൾക്കാരെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റൻഷൻ സീക്ക് ചെയ്യാന്നുള്ള രീതിയിൽ ഒത്തിരി കാര്യങ്ങൾ, നല്ല കാര്യങ്ങളും മീഡിയാസ് വഴി നടക്കുന്നുണ്ട്. പക്ഷെ ബാലൻസ്ഡ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ട് അല്ലെ ഒരു മാധ്യമധർമ്മം എന്നുള്ള രീതിയിൽ അത് വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മൾ TV എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് തരുന്നതെന്ന് പറഞ്ഞു. വ്യൂവേഴ്സിൽ അവർക്ക് വേണ്ട അഡ്വർടൈസ്മെന്റ് എങ്ങനെയാണ്, കൂടുതലായിട്ടും റിച്ച് പീപ്പിളിനെയാണ് അവർ കാണിക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ. അതുകൊണ്ട് തന്നെ TVs എപ്പോഴും ഒരു പാർഷ്യൽ വ്യൂ ഓഫ് ദ വേൾഡ് മാത്രമേ നമുക്ക് തരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഒരു സാധനം മാധ്യമ പ്രാധാന്യം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്, അതിനൊരു ആൾക്കാർ കാണുന്നുള്ള TV ഷോസ് മാത്രമേ അവര് ചെയ്യത്തുള്ളൂ. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ കോളയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സിന്റെ ഇതാക്കിയത്. അതൊരു മാധ്യമ പ്രാധാന്യം കൊടുത്തത് ആൾക്കാർക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടാനും ആൾക്കാരൊന്ന് ചിന്തിക്കാനും വേണ്ടിയിട്ട് അതൊരു പോസിറ്റീവ് മൂവ്മെന്റ് ആണ് അവർ നടത്തിയിട്ടുള്ളത് മീഡിയാസിന്റെ ഹെൽപ്പോട് കൂടി. പക്ഷെ കൂടുതലായിട്ടും അത്തരം ഇഷ്യൂസ് ഒന്നും പൊതുവേ മീഡിയാസ് കവർ ചെയ്യാറില്ല. പിന്നീട് നമ്മൾ പറഞ്ഞത് ലോക്കൽ മീഡിയാസിനെ പറ്റിയിട്ടാണ്. ലോക്കൽ മീഡിയാസിൽ ഒത്തിരി കാര്യങ്ങൾ അല്ലെ, ലോക്കലായിട്ടുള്ള ഇഷ്യൂസ് ഡീൽ ചെയ്യുന്ന ഒത്തിരി മീഡിയാസ് അവിടുത്തെ ആൾക്കാർക്ക് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ. ഈ ചാപ്റ്ററിൻ്റെ അകത്ത് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് മീഡിയ എന്നായിരുന്നു ചാപ്റ്ററിന്റെ പേര്. ഈ അണ്ടർസ്റ്റാൻഡിങ് മീഡിയ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ മീഡിയ, മാസ് മീഡിയ എന്താന്ന് പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ ബാലൻസ്ഡും ഇൻഡിപെൻഡന്റും പഠിച്ചു അല്ലെ. മീഡിയ ആൻഡ് മണി പഠിച്ചു അല്ലെ, അഡ്വർടൈസ്മെന്റ് ആയിരുന്നു അല്ലെ. പിന്നെ നമ്മൾ മീഡിയ ആൻഡ് ടെക്നോളജി പഠിച്ചു. ബാലൻസ്ഡ് ആവാതിരിക്കാനുള്ള റീസൺസ് പഠിച്ചു. സെൻസർഷിപ്പ് എന്താന്ന് പഠിച്ചു അല്ലെ, സെൻസർഷിപ്പ്. പിന്നെ നമുക്ക് പാർഷ്യൽ വേൾഡിന്റെ ഒരു ഐഡിയ മാത്രമേ കിട്ടുന്നുള്ളൂ അല്ലെ, പാർഷ്യൽ വേൾഡേ കിട്ടുന്നുള്ളൂ. TV ഷോസിനെ പറ്റി പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ ലോക്കൽ മീഡിയയും പഠിച്ചു. ഇത്രയും കണ്ടന്റ് നമ്മൾ ഡീൽ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും മീഡിയയുടെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസ്അഡ്വാൻറ്റേജസ് എന്താണ്. ഓക്കെ, അപ്പം മീഡിയയുടെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ വായിക്കുന്നതോട് കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങൾ സെപ്പറേറ്റ് നിങ്ങളുടെ ലോജിക് ഇത്രയും പഠിച്ചതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ. താങ്ക് യു.